പെട്ടെന്നാണ് പൊന്നുതമ്പുരാൻ നടക്കിയിരുത്താൻ കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ആന കണ്ണിൽ കണ്ടത് മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി, ഭക്തരെ ഉപദ്രവിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് പൊന്നു തമ്പുരാൻ ഒരു അശരീരി കേൾക്കുന്നത്. എവിടെ എന്റെ മഞ്ചാടി മണികൾ? എവിടെ എന്നെ കാണാൻ വന്ന എന്റെ ഭക്ത? എന്നെ കാണാൻ വന്ന എന്റെ ഭക്തയെ ഉപദ്രവിക്കാൻ മാത്രം നിങ്ങൾക്ക് ആരാണ് ധൈര്യം തന്നത്? എന്റെ മഞ്ചാടി മണി. അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ശ്രീകോവിലിന്റെ പുറത്തായിട്ട് വലിയൊരു ഉരുളി കാണാൻ സാധിക്കും. ആ ഉരുളിയിൽ ചുവന്ന പട്ട് വിരിച്ച പോലെ നല്ല ചേലത്തെ മഞ്ചാടി മണികൾ കാണാനായിട്ട് സാധിക്കും. ഗുരുവായൂരപ്പനെ മഞ്ചാടി ഇത്രമേൽ പ്രിയപ്പെട്ടതായി മാറിയത് എങ്ങനെയാണ്? ഒരു കഥ കേട്ടാലോ. വടക്കൻ കേരളത്തിൽ ഒരു അമ്മ താമസിച്ചിരുന്നു. അമ്മ തികച്ചും കൃഷ്ണഭക്തയായിരുന്നു. അമ്മയുടെ കൃഷ്ണഭക്തിയായ നാട്ടുകാരും വീട്ടുകാരും അമ്മയെ ഉപേക്ഷിച്ചു. അമ്മ ഒറ്റയ്ക്കായിരുന്നു. അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഗുരുവായൂർ പോയിട്ട് തൻ്റെ പൊന്നുണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണണം എന്നുള്ളത്. അങ്ങനെ അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഒരിക്കൽ അമ്മ നടന്നു വരുന്ന സമയത്ത് വിചാരിച്ചു, തൻ്റെ ചേലത്തെ കണ്ണനെ കാണാൻ പോകുന്ന സമയത്ത് എന്ത് കൊടുക്കും? അമ്മ ദിവസവും ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ ഉണ്ണിക്ക് എന്ത് കൊടുക്കും? എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ ഉണ്ണിക്ക്. തൻ്റെ ഉണ്ണിക്ക് എന്ത് കൊടുക്കും? അമ്മ കാണുന്നത് മുഴുവനും അമ്മയ്ക്ക് ആ ഉണ്ണിക്ക് കൊടുക്കാനായിട്ട് തൃപ്തിയാവുന്നില്ല. തൻ്റെ ഭഗവാനെ കൊടുക്കാൻ, തൻ്റെ ഉണ്ണിക്ക് കൊടുക്കാൻ ഇതൊന്നും പോരാ. അങ്ങനെ ഒരു ദിവസം അമ്മ നടന്നു വരുന്ന സമയത്ത് വഴി മധ്യേ ചുവന്ന പട്ട് വിരിച്ച പോലെ മഞ്ചാടി മണികൾ കിടക്കുന്നത് കണ്ടു. തൻ്റെ ചേലത്തെ കണ്ണനെ കൊടുക്കാനായിട്ട് ഈ ചേലത്തെ മഞ്ചാടികൾ തന്നെയാണെന്ന് കരുതിയ അമ്മ അതെല്ലാം പെറുക്കിക്കൂട്ടി വാരി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സഞ്ചിയിൽ സൂക്ഷിക്കാൻ തുടങ്ങി. പിന്നീട് കാണുന്ന മഞ്ചാടിയെല്ലാം അമ്മ പെറുക്കി സൂക്ഷിക്കാൻ തുടങ്ങി. ഒരു നിധി പോലെ അത് മാറോട് ചേർത്ത് വെച്ചിട്ട് ഒരു ദിവസം ഗുരുവായൂരിലേക്ക് നടന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും താണ്ടി അമ്മ ഗുരുവായൂരിലെത്തി. എത്തിയ ദിവസം ഒരു 1-ാം തീയതിയായിരുന്നു. 1-ാം തീയതിയായിരുന്നു. ദേശത്തെ നാട് വഴി ഭഗവാനെ കാണാൻ വരുന്ന ദിവസമാണ്. അന്ന് ഭക്തർക്ക് വിലക്കുണ്ട്. ഇതൊന്നും അറിയാതെ അമ്മ തൻ്റെ പൊന്നുണ്ണി ഒരു നോക്ക് കാണാനും ഈ ചേലത്തെ മഞ്ചാടി ഉണ്ണിക്ക് സമർപ്പിക്കാനുമായിട്ടുള്ള തിടുക്കത്തിൽ നടക്കുകയാണ്. അന്ന് പൊന്നു തമ്പുരാന് ഒരു ആനയെ നടക്കിയിരുത്താനായിട്ടാണ് വന്നിരുന്നത്. ഇതൊന്നും അറിയാത്ത അമ്മ ആ മഞ്ചാടി മണികൾ മാറോട് ചേർത്ത് വെച്ചിട്ട് ഉണ്ണിയെ കാണാനായുള്ള തിടുക്കത്തിൽ നടക്കുകയാണ്. അപ്പൊ ഇത് കണ്ടൊരു ഭടൻ കോപം കൊണ്ട് വിറച്ച അമ്മയുടെ അരികിലേക്ക് ഓടി വന്നു. അത് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം കിട്ടിയത്? ഇന്ന് പൊന്നു തമ്പുരാൻ ഭഗവാനെ കാണാൻ വരുന്ന ദിവസമാണ്. പോരാത്തതിന് ഒരു ആനയെ നടക്കിയിരുത്താനായിട്ടാണ് പൊന്നു തമ്പുരാൻ വരുന്നത്. ഇന്ന് ഒരു ഭക്തരെയും ഈ നടയിൽ കാണാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ഇത് പറഞ്ഞതും ആ ഭടൻ അമ്മയെ പിടിച്ച് തള്ളി. പാവം അമ്മ താഴെ വീണു. തൻ്റെ മാറോട് ചേർത്ത് വെച്ച മഞ്ചാടി സഞ്ചിയും അമ്മയും കൂടെ നിലം പതിച്ചു. അമ്മ മഞ്ചാടികൾ നോക്കി കരയാൻ തുടങ്ങി. തൻ്റെ പൊന്നുണ്ണിക്ക് കൊണ്ടുവന്നാണ്, ഇതുപോലെ തൻ്റെ പൊന്നുണ്ണിക്ക് കൊണ്ടുവന്ന ആ മഞ്ചാടി മണികൾ താഴെ വീണ് കിടക്കുന്നതിനോടൊപ്പം തന്നെ അമ്മ നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് പൊന്നുതമ്പുരാൻ നടക്കിയിരുത്താൻ കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ആന കണ്ണിൽ കണ്ടത് മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി, ഭക്തരെ ഉപദ്രവിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് പൊന്നു തമ്പുരാൻ ഒരു അശരീരി കേൾക്കുന്നത്. എവിടെ എന്റെ മഞ്ചാടി മണികൾ? എവിടെ എന്നെ കാണാൻ വന്ന എന്റെ ഭക്ത? എന്നെ കാണാൻ വന്ന എന്റെ ഭക്തയെ ഉപദ്രവിക്കാൻ മാത്രം നിങ്ങൾക്ക് ആരാണ് ധൈര്യം തന്നത്? എന്റെ മഞ്ചാടി മണികൾ എവിടെയെന്ന്. ഇത് കേട്ടതും പൊന്നു തമ്പുരാൻ നടക്കിലേക്ക് ഓടി. പൊന്നു തമ്പുരാൻ അന്വേഷിച്ചു, മഞ്ചാടി മണികളുമായിട്ട് ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ എന്ന്. അപ്പൊ കൂട്ടത്തിലൊരു ഭടൻ പറഞ്ഞു, ഒരു അമ്മ ഭഗവാനെ കാണാനായിട്ട് നടക്കുന്നത് കണ്ടിരുന്നു. അവരുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അവരാ തറയിൽ വീണ് കിടക്കുന്നുണ്ട്. ഒട്ടനവധി മഞ്ചാടി മണികളും അവരുടെ അരികിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പൊന്നു തമ്പുരാൻ ഓടി നടയിലെത്തി. ആ താഴെ വീണ് കിടക്കുന്ന അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആ മഞ്ചാടി എല്ലാം വാരിക്കൂട്ടി പെറുക്കി ഒരു വലിയ ഉരുളിയിലാക്കി ഭഗവാനെ കാണാനുള്ള അനുവാദവും കൊടുത്തു. ഭഗവാനെ ആ നടക്കിൽ ആ മഞ്ചാടി സമർപ്പിക്കാനുള്ള അനുവാദവും കൊടുത്തു. ആ ഒരു മാതൃവാത്സല്യാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ പുറത്ത് കാണുന്ന ആ വലിയ ഓട്ടുരുളിയിലെ മഞ്ചാടി മണികൾ. എത്ര വേണമെങ്കിലും നമുക്ക് വാരിക്കളിക്കാം, അതിൽ ഒന്നുപോലും കൊണ്ടുവരാനായിട്ട് ഭഗവാൻ സമ്മതിക്കില്ല. അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഭഗവാന് മഞ്ചാടി മണികൾ. നമ്മൾ ആ മഞ്ചാടി വാരിക്കളിക്കുമ്പോൾ ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്നും ഭഗവാൻ ഇറങ്ങി വന്ന് കളിക്കുന്ന പറയുക. എല്ലാവർക്കും ആ മഞ്ചാടി മണികൾ വാരിക്കളിക്കാൻ സാധിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.